അതേസമയം 9 ലക്ഷം പേർക്ക് നമസ്കാരം നിർവഹിക്കാനും 3 ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കാനും സൗകര്യമൊരുക്കുന്ന പുതിയ പദ്ധതി മക്കയിൽ വരാൻ പോകുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന നിരവധി സൗകര്യങ്ങളുള്ള കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ്. മക്കയിൽ വിശുദ്ധ ഹറമിനോട് ചേർന്നാണ് പദ്ധതി നിർമ്മിക്കുന്നതെന്ന് റുവാ അൽ ഹറം അൽ മക്കി കമ്പനി ഡയറക്ടർ ബോർഡ് ചെയർമാൻ കൂടിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അറിയിച്ചു. ഹറമിനോട് ചേർന്നുള്ള 1.2 കോടി ചതുരശ്ര മീറ്റർ നിർമ്മിതി വിസ്തൃതിയിൽ കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി വ്യാപിച്ചു കിടക്കുന്നു. ഒരു നഗരം എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത് എന്നതിനുള്ള ആഗോള മാതൃക ആയിരിക്കും കിങ് സൽമാൻ പദ്ധതി. തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും സന്ദർശകർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള അനുഭവങ്ങൾ സമ്മാനിക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. തീർത്ഥാടകരുടെ മതപരവും സാംസ്കാരികപരവുമായ യാത്രയെ സമ്പന്നമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത് സഹായിക്കുമെന്നും കിരീടാവകാശി പറഞ്ഞു. ഹറമിലേക്കുള്ള യാത്ര സുഗമമാക്കാനായി മെട്രോ അടക്കമുള്ള പദ്ധതികളും ഇവിടേക്ക് വ്യാപിപ്പിക്കും. മക്കയുടെ സമ്പന്നമായ വാസ്തുവിദ്യാ പൈതൃകത്തിന്റെയും മികച്ച ആധുനിക ജീവിത ശൈലിയുടെയും സംയമനമായിരിക്കും കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി. 2036ഓടെ 3 ലക്ഷത്തിലേറെ തൊഴിലവസരങ്ങൾ ഇവിടെ മാത്രം സൃഷ്ടിക്കാനാവും. മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് നിരവധി തൊഴിൽ അവസരങ്ങളാണ് ഇതുവഴി ലഭ്യമാക്കുക. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലെ സ്ഥാപനമായ റുവാ അൽ ഹറം അൽ മക്കനി കമ്പനിയാണ് കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി വികസിപ്പിക്കുന്നത്. ഹറമിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മക്കയുടെ സാംസ്കാരിക ഘടന സംരക്ഷിച്ച് ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തും. സൗദി അറേബ്യക്ക് ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാവുന്ന അഭിമാനകരമായ പദ്ധതികളൊന്നായിരിക്കും കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി എന്ന കാര്യത്തിൽ സംശയമില്ല.